ഹായ്, വെൽക്കം ടു ടോക്സ് ഇംഗ്ലീഷ് ക്ലാസ്സസ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിന്റെ 8ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 1 മിനിറ്റ് ഇംഗ്ലീഷിലും എപിക് സ്പീക്സ് 1000 വേർഡ്സിലൂടെയൊക്കെ ഒരുപാട് നേരം ഇംഗ്ലീഷ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തു. അതേപോലെ നമ്മൾ 1 മിനിറ്റ് ഇംഗ്ലീഷിന്റെ കൂടെ തന്നെ എ സെന്റൻസ് എ ഡേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയാ എന്നൊരു ട്രാൻസ്ലേഷൻ ടാസ്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യമായി നമുക്കുള്ളത് 1 മിനിറ്റ് ഇംഗ്ലീഷ്. 1 മിനിറ്റ് ഇംഗ്ലീഷിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈലും നമ്മുടെ ഡെയിലി റൂട്ടീനും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ പറയാണ് വേണ്ടത്. പക്ഷെ ഇന്ന് പറയേണ്ടത് 5 മിനിറ്റ്. 5 മിനിറ്റ് നിർത്താതെ നിങ്ങളുടെ പ്രൊഫൈലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട് ഒരുപാട് നേരം പറയാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കഴിഞ്ഞ ദിവസം 3 മിനിറ്റാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് 2 മിനിറ്റും കൂടെ കൂട്ടിയിട്ട് അത് 5 മിനിറ്റ് നിർത്താതെ നമ്മളെ കുറിച്ച് നമ്മൾ പറയാം. നമ്മളെ കുറിച്ച് പറയാൻ പഠിച്ചാൽ പിന്നെ നമുക്ക് എന്തും പറയാൻ പറ്റുന്നു. ഓക്കെ, നമുക്ക് പോവാം. നമ്മൾ ഈ ഒരു സംഗതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പ്രൊഫൈലിൽ നമുക്ക് 14 സെന്റൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഡേ 1 മുതൽ പറഞ്ഞ 14 സെന്റൻസുകളുണ്ട്. ഡെയിലി റൂട്ടീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർബ് 1 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന അഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന സംടൈംസ്, ഓൾവേസ്, നെവർ എന്നൊക്കെ പറയുന്ന കുറച്ച് വാക്കുകൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. അത് കൂടെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. നമ്മൾ രാവിലെ എണീറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളല്ല പറയേണ്ടത്. അതിനപ്പുറം നമ്മൾ സാധാരണ നമ്മുടെ ഹാബിറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന, എപ്പോഴെങ്കിലൊക്കെ ചെയ്യുന്ന, വളരെ റയറായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുകൂടെയൊക്കെ ചേർത്താണ് നമ്മൾ ഇന്ന് സംസാരിക്കേണ്ടത്. 5 മിനിറ്റ് നിർത്താതെ പറഞ്ഞു പഠിക്കുക. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. ഞാൻ പറയുന്നത് ഇതൊരു ജിമ്മ് പോലെയാണ്. നമ്മൾ ജിമ്മിൽ പോയി വെറുതെ നോക്കിയിരുന്ന ഇതെല്ലാം എനിക്ക് അറിയാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിറ്റ്നസ് ഉണ്ടാവില്ല, നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ കഴിയില്ല, അല്ലേ? അതേപോലെ തന്നെയാണ് നമുക്ക് ഇതൊക്കെ എനിക്ക് അറിയുന്നതാണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുക, നമ്മുടെ ടൈം എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. 1 മിനിറ്റ് കൊണ്ട് പറയുന്ന സംഗതിയെ 2 മിനിറ്റ് ആക്കി, 3 മിനിറ്റ് ആക്കി, 4 മിനിറ്റ് ആക്കി, 5 മിനിറ്റ് ആക്കി, അങ്ങനെ പറഞ്ഞ് ഒരുപാട് നേരം നിന്ന് നമ്മളെ കുറിച്ച് പറയാൻ പഠിക്കുന്നതോടുകൂടി നമുക്ക് കോൺഫിഡൻസ് അങ്ങ് ബൂസ്റ്റ് ചെയ്ത് വരും. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് പറയുന്നത്. 5 മിനിറ്റ് നിർത്താതെ നമ്മളെ കുറിച്ച് തന്നെ 1 മിനിറ്റ് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതില് ചിലപ്പോഴൊക്കെ നമ്മള് ഒരു ചെറിയൊരു മടി വരും. ഇതൊക്കെ പറഞ്ഞതാണല്ലോ എന്ന്. ഡിഫറെന്റ് ആയ സെന്റൻസ് ടൈപ്പുകൾ ട്രൈ ചെയ്യുക. നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടായിരുന്ന ഒരുപാട് 15ഓളം സെന്റൻസ് ടൈപ്പുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് ഡിഫറെന്റ് ആയ സെന്റൻസുകൾ, ഡിഫറെന്റ് ആയ കാര്യങ്ങൾ നമുക്ക് പറയാം. നിർത്താതെ സംസാരിക്കാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഡെയിലി റൂട്ടീനിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറിച്ച് പറയാനുണ്ടാവുമല്ലോ. അതൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്തയക്കാം. ഓക്കെ, നിങ്ങൾ പേഴ്സണൽ ട്രെയിനർക്ക് 5 മിനിറ്റ് ഓഡിയോ അയച്ചു കൊടുക്കുക. ഇനി കഴിഞ്ഞ ദിവസം നമുക്ക് ഉണ്ടായിരുന്ന ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയാ എന്ന ഡേ 7ലെ ആൻസർ ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് പിണറായി വിജയൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്നുള്ളത്. What is the ordinal status of Pinarayi Vijayan as a Chief Minister of Kerala എന്നാണ് അതിന്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡൽഹി ഇവിടെ നിന്ന് എത്ര ദൂരെയാണ്. എത്ര ദൂരം എന്ന് പറയുന്നത് ഹൗ ഫാർ എന്നാണ്. ഹൗ ഫാർ ഇസ് ഡൽഹി ഫ്രം ഹിയർ എന്ന് ചോദിച്ചാൽ മതി. അതേപോലെ തന്നെ എന്റെ അമ്മാവൻ ഇവിടെ എത്തിയിട്ടുണ്ട്, പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിക്കുക, അല്ലെ? മൈ അങ്കിൾ ഹാസ് കം ഹിയർ, മൈ അങ്കിൾ ഹാസ് റീച്ച്ഡ് ഹിയർ എന്നൊക്കെ പറയാവുന്നതാണ്. അതേപോലെ തന്നെ എത്ര കാലം കൂടുമ്പോൾ എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഹൗ ഓഫ്റ്റൻ എന്നാണ് ചോദിക്കുക. ഹൗ ഓഫ്റ്റൻ അല്ലെങ്കിൽ ഹൗ ഓഫൻ എന്നും പറയാട്ടോ. ഹൗ ഓഫൻ ഡു യു ക്ലീൻ യുവർ റൂം എന്ന് പറയാം. അപ്പൊ അവനൊരു മൊബൈൽ ഫോൺ ഇല്ല, ഐ ഹാവ് എ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അതേപോലെ തന്നെ നമുക്ക് എനിക്കൊരു ബ്രദർ ഇല്ല, ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ എന്ന് പറയാം. വേറൊരാളെ പറ്റി പറയുമ്പോൾ അയാൾക്കൊരു ബ്രദർ ഉണ്ട് എന്ന് എങ്ങനെ പറയാം? ഹി ഹാസ് എ ബ്രദർ. അതേപോലെ തന്നെ അവനൊരു മൊബൈൽ ഫോൺ ഇല്ല, ഹി ഡസന്റ് ഹാവ് എ മൊബൈൽ ഫോൺ എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി അതിന്റെ 6ാമത്തെ സെന്റൻസ് അവൾ പോത്ത് പോലെ കിടന്നുറങ്ങുകയാണ്. നമ്മൾ എങ്ങനെ പറയാം? പോത്ത് പോലെ എന്നൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. ഷീ ഈസ് സ്ലീപ്പിംഗ് ലൈക്ക് എ ലോഗ് എന്ന്. ലോഗ് എന്ന് പറഞ്ഞാൽ തടിക്കഷ്ണമാണ്. തടിക്കഷ്ണം പോലെ കിടന്നുറങ്ങുന്നതെന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നതിന്റെ വേറൊരു രീതി ഇംഗ്ലീഷിൽ പറയുന്നത് ഷീ ഈസ് സ്ലീപ്പിംഗ് ലൈക്ക് എ ലോഗ് എന്നാണ്. ഓക്കെ, ഇന്ന് ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. വന്ന ഉടനെ ഞാൻ ഉറങ്ങിപ്പോയി. Yesterday I was very tired. As soon as I reached home,
ഐ ഫെൽ അസ്ലീപ്, ഞാൻ വീണുറങ്ങിപ്പോയി എന്നാണ്. ഐ ഫെൽ അസ്ലീപ് എന്നാണ് പറയാം. അവനെ തല്ലണ്ട, അവൻ നന്നാവൂല. നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻകൊറജിബിൾ എന്നൊരു വാക്ക് പരിചയപ്പെട്ടിരുന്നു. അതാണ് ഡോണ്ട് ബീറ്റ് ഹിം, ഹി ഈസ് ഇൻകൊറജിബിൾ. ഇൻകൊറജിബിൾ, നന്നാക്കാൻ പറ്റാത്ത ആളാണ്. അപ്പൊ ഇനി 9ാമത്തെ സെന്റൻസ്, എന്റെ അമ്മാവൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം? മൈ അങ്കിൾ ഹാസ് ബീൻ ടു മെനി കൺട്രീസ് എന്നാണ് പറയാം. ഇനി ഒരു 10ാമത്തെ സെന്റൻസ് കൂടി പറയാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. ഐ ഡിഡിന്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡിഡിന്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സെന്റൻസുകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഉദ്ദേശിച്ച ആൻസർ തന്നെയാണോ കിട്ടിയതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ ഉദ്ദേശിച്ചതാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും ഒരേപോലെയുള്ള സെന്റൻസുകൾ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. പോസിബിലിറ്റീസ് ആർ ദേ, സോ ഡോണ്ട് വറി. നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉണ്ട്, തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആനക്കാര്യമൊന്നുമല്ല. ഏതായാലും ഈ ഒരു സെന്റൻസിൽ 10 സെന്റൻസിൽ എത്ര ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് എന്നെ